നമസ്തേ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 5ാമത്തെ വീഡിയോയിൽ ഹാവ് എനി ഐഡിയ, ഹാവ് എനി ഹാപ്പി മെമ്മറി തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയിട്ടില്ല. അത് നമുക്ക് ആദ്യം പറയാം. ഹാവിൽ തുടങ്ങുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഉത്തരം പറയാം. അങ്ങനെ ഉത്തരം പറയുമ്പോൾ നമുക്ക് യെസ് ഹാവ് എന്നോ യെസ് ഐ ഹാവ് എന്നോ പറയുക. ഇനി ഇല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ നോ എന്ന് മാത്രം പറയുക. അങ്ങനെയൊന്നുമില്ല എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ നോട്ട് സോ എന്ന് പറയുക, നോട്ട് സോ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഹാവ് എനി ന്യൂസ് എന്നൊരു ചോദ്യം ചോദിക്കുന്ന സ്ഥലത്ത് ഹാവ് എനി ന്യൂ ന്യൂസ് എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. സംഭാഷണത്തിൽ അത് തെറ്റല്ല എങ്കിലും ന്യൂ ന്യൂസിന് പകരം ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് ചേർത്ത് ഹാവ് എനി ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് ശീലിക്കുക. കാരണം പുതിയത് എന്നർത്ഥമുള്ള ന്യൂ എന്ന പദത്തോട് യെസ് ചേർത്തിട്ടാണ് ന്യൂസ് എന്ന പദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫെൽറ്റ് എന്ന വേർഡിന് തോന്നി എന്നാണ് അർത്ഥം. തോന്നിയോ എന്ന ചോദ്യം ചോദിക്കാനും ഫെൽറ്റ് തന്നെ പ്രയോഗിക്കാം. ഇതുപോലെ ഇനി പറയുന്ന എല്ലാ വാക്യങ്ങളും നമുക്ക് ചോദ്യങ്ങളായി കൂടി പ്രയോഗിക്കാവുന്നതാണ്. ഫെൽറ്റ് സോ, അങ്ങനെ തോന്നി. ഐ ഫെൽറ്റ് സോ, എനിക്ക് അങ്ങനെ തോന്നി. ഇവിടെ ഐക്ക് പകരം വി ഫെൽറ്റ് സോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. യു ഫെൽറ്റ് സോ, നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നി. ഹി ഫെൽറ്റ് സോ, അയാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. ഷീ ഫെൽറ്റ് സോ, അവൾക്ക് അങ്ങനെ തോന്നി. അനു ഫെൽറ്റ് സോ, അനുവിന് അങ്ങനെ തോന്നി. ദേ ഫെൽറ്റ് സോ, അവർക്കങ്ങനെ തോന്നി തുടങ്ങിയവ പറഞ്ഞ് ശീലിക്കുക. ഇവിടെ സോ എന്ന പദത്തിന് അങ്ങനെ എന്നാണ് അർത്ഥം. ഇനി ഫെൽറ്റ് ഹാപ്പി. ഫെൽറ്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നി എന്നർത്ഥം. ഫെൽറ്റ് സാഡ്, ദുഃഖം തോന്നി. ഇനി ഫെൽറ്റ് ആംഗ്രി, ദേഷ്യം തോന്നി. ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ്, നിരാശ തോന്നി. ഇവിടെയൊക്കെ നമുക്ക് ഫെൽറ്റ് ഹാപ്പിനെസ്, ഫെൽറ്റ് സാഡ്നെസ്, ഫെൽറ്റ് ആങ്കർ, ഫെൽറ്റ് ഡിസപ്പോയിൻമെൻറ്റ് തുടങ്ങിയവയും പറയാം. പക്ഷേ പൊതുവെ ഫെൽറ്റ് ഹാപ്പി, ഫെൽറ്റ് സാഡ് തുടങ്ങിയവയാണ് പറയുന്നത്. ഇനി ഫെൽറ്റ് ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണം തോന്നി എന്നർത്ഥം. ഫെൽറ്റ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നി എന്നർത്ഥം. ഈ സോയ്ക്ക് അങ്ങനെ എന്ന് കൂടാതെ അത്രയേറെ എന്നും അർത്ഥമുണ്ട്. ഫെൽറ്റ് സോ ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയേറെ സന്തോഷം തോന്നി എന്നർത്ഥം. ഫെൽറ്റ് സോ സാഡ് എന്ന് പറഞ്ഞാൽ അത്രയേറെ ദുഃഖം തോന്നി എന്നർത്ഥം. ഫെൽറ്റ് സോ ടയേർഡ് എന്ന് പറഞ്ഞാൽ അത്രയേറെ ക്ഷീണം തോന്നി. ഇവയൊക്കെ പറയുമ്പോൾ നമുക്ക് സോ ചേർത്തിട്ടാണ് പറയുക. ഇനി ഫെൽറ്റ് കോൾഡ്, തണുപ്പ് തോന്നി. ഫെൽറ്റ് ഹോട്ട്, തണുപ്പുള്ളതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഫെൽറ്റ് ഹോട്ട്, ചൂട് തോന്നി അല്ലെങ്കിൽ ചൂടുള്ളതായിട്ട് തോന്നി. ഫെൽറ്റ് സോഫ്റ്റ്, നമ്മൾ എവിടെയെങ്കിലും തൊടുമ്പോഴൊക്കെ നമുക്ക് സോഫ്റ്റായിട്ട് തോന്നി എന്ന് നമുക്ക് പറയുന്നതിനും ഇത് തന്നെ ഉപയോഗിക്കാം. ഫെൽറ്റ് വെറ്റ്, നനവ് തോന്നി അല്ലെങ്കിൽ നനവ് ഉള്ളതായിട്ട് തോന്നി എന്ന് പറയുന്നതിനും ഫെൽറ്റ് വെറ്റ് ഉപയോഗിക്കാം. ഫെൽറ്റ് കംഫർട്ടബിൾ, നമുക്ക് സുഖകരമായിട്ട് തോന്നി. എവിടെയെങ്കിലും ഇരുന്നപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഫെൽറ്റ് അൺകംഫർട്ടബിൾ, സുഖകരമല്ലാത്തതായി തോന്നി. അത് നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്കിത് പറയാം. അല്ലാതെ ഉള്ളപ്പോഴും സുഖകരമായി തോന്നി, അസുഖകരമായി തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് തന്നെ ഉപയോഗിക്കാം. ഫെൽറ്റ് ഇൽ എന്നും ഫെൽറ്റ് സിക്ക് എന്നും പറഞ്ഞാൽ അസുഖമുള്ളതായി തോന്നി എന്നർത്ഥം. ഫെൽറ്റ് സിക്ക് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നതായി തോന്നി എന്നാണ് ശരിക്ക് നമ്മൾ പൊതുവെയുള്ള അർത്ഥം. ഈ അസുഖമുള്ളതായി തോന്നിയെന്ന് പറയാൻ നമുക്ക് ഫെൽറ്റ് ഇല്ലും ഫെൽറ്റ് സിക്കും പറയാം. എങ്കിലും ഛർദ്ദിക്കാൻ വരുന്നതായി തോന്നിയെന്ന് പറയുന്നിടത്ത് ഫെൽറ്റ് സിക്ക് മാത്രം പ്രയോഗിക്കാം. നമ്മുടെ നാട്ടിൽ മിക്കവരും ഫെൽറ്റ് ലൈക്ക് വോമിറ്റിംഗ് എന്നായിരിക്കും പറയുന്നത്. എന്നാൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇംഗ്ലീഷുകാർ, ഒറിജിനലി നേറ്റീവ് സ്പീക്കേഴ്സ്, വോമിറ്റിംഗ് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഫെൽറ്റ് ബോറടിക്കുന്നതായി തോന്നി. ഫെൽറ്റ് സ്ലീപ്പി, ഉറക്കം വരുന്നതായി തോന്നി. ഫെൽറ്റ് ഇൻസൾട്ടഡ്, അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നി. ഫെൽറ്റ് അഷെയിംഡ്, നാണം കെട്ടതായിട്ട് തോന്നി. ഫെൽറ്റ് ചീറ്റഡ്, വഞ്ചിക്കപ്പെട്ടതായിട്ട് തോന്നി. ഫെൽറ്റ് ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടതായി തോന്നി. ദെൻ ഫെൽറ്റ് ഹെൽപ്ലെസ്, നിസ്സഹായതാവസ്ഥ തോന്നി. ഫെൽറ്റ് നെർവസ്, ധൈര്യം നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ഫെൽറ്റ് സേഫ് ഹിയർ,
ഇവിടെ സുരക്ഷിതമായി തോന്നി. ഫെൽറ്റ് സേഫർ ദർ, അവിടെ കൂടുതൽ സുരക്ഷിതമായി തോന്നി. സേഫിന് സുരക്ഷിതമായി എന്നാണ് അർത്ഥമുള്ളത്. സേഫർ, അതിൻ്റെ കൂടെ ഒരു ആറും കൂടി ചേർത്ത് സേഫർ എന്നാക്കി കഴിഞ്ഞാൽ കൂടുതൽ സുരക്ഷിതമായി എന്ന് വരും. അപ്പോൾ ഹിയർ എന്ന പദത്തിന് ഇവിടെ എന്നർത്ഥം, ദർ എന്ന പദത്തിന് അവിടെ എന്നർത്ഥം. ഫെൽറ്റ് റിലീഫ്, ആശ്വാസം തോന്നി. ഫെൽറ്റ് ടെൻഷൻ തോന്നി. ഫെൽറ്റ് ദ നീഡ്, ആവശ്യമുള്ളതായി തോന്നി. അവിടെ ഒരു സെൻറ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫെൽറ്റ് ദ നീഡ് ടു ഡു സോ, അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമായി തോന്നി. ഇനി ഫെൽറ്റ് പെയിൻ, വേദന തോന്നി. ഫെൽറ്റ് എ പെയിൻ എന്ന് പറഞ്ഞാലും വേദന തോന്നി എന്നർത്ഥം. അവിടെ നമുക്ക് ഫെൽറ്റ് പെയിൻ എന്നും ഫെൽറ്റ് എ പെയിൻ എന്നും എ ചേർത്തോ ചേർക്കാതെയോ ഉപയോഗിക്കാം പെയിൻ്റെ മുമ്പിൽ. ഇനി വരുന്നത് ഫെൽറ്റ് സഡൻ പെയിൻ, പെട്ടെന്ന് വേദന തോന്നി. ഫെൽറ്റ് എ സഡൻ പെയിൻ, പെട്ടെന്നൊരു വേദന തോന്നി. അവിടെയും എ പെയിൻ വരുന്നിടത്തെല്ലാം എ ചേർത്തോ ചേർക്കാതെ ഉപയോഗിക്കാം. ഇനി പെട്ടെന്ന് വന്നു പോകുന്ന വേദനയാണ് പെയിൻ എന്ന് പറയുന്നത്. ഷാർപ്പായിട്ടുള്ള ശക്തമായ വേദനയായിരിക്കും. നീണ്ടു നിൽക്കുന്ന വേദനയാണ് എയ്ക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം ഹെഡ് ഏക്ക്. എങ്കിലും നമുക്ക് സഡൻ പെയിൻ എന്ന് പറയാറുണ്ട്. ഇനി ഫെൽറ്റ് എ പെയിൻ ഇൻ മൈ ലെഗ്, എൻ്റെ കാലിലൊരു വേദന തോന്നി. ഫെൽറ്റ് എ പെയിൻ ഇൻ ഹെർ ആം, അവളുടെ കൈക്ക് ഒരു വേദന തോന്നി. ഫെൽറ്റ് എ പെയിൻ ഇൻ ഹിസ് ചെസ്റ്റ്, അയാളുടെ നെഞ്ചിൽ ഒരു വേദന തോന്നി. ഫെൽറ്റ് എ സ്റ്റിങ് ഓൺ മൈ ബാക്ക്, എൻ്റെ പുറത്ത് എന്തോ കുത്തുന്നത് പോലെ തോന്നി. ഫെൽറ്റ് എ പിൻ സ്റ്റിക്കിംഗ് ഇൻ ടു മീ, എൻ്റെ മേത്ത് സൂചി കുത്തിക്കയറ്റുന്നത് പോലെ വേദന തോന്നി, കുത്തിക്കയറ്റുന്നത് പോലെ തോന്നി. ഫെൽറ്റ് സംതിങ് ക്രൗളിംഗ് അപ്പ് മൈ ബാക്ക്, എൻ്റെ പുറത്ത് പ്രാണിയോ മറ്റോ സഞ്ചരിക്കുന്നത് പോലെ തോന്നി. ഫെൽറ്റ് സംബഡി ടച്ചിങ് മൈ ആം, എൻ്റെ കയ്യിൽ ആരോ തൊട്ടതുപോലെ തോന്നി. ഫെൽറ്റ് സംതിങ് ടച്ചിങ് മൈ ഫുഡ്, എൻ്റെ പാദത്തിൽ ആരോ തൊട്ടതുപോലെ തോന്നി. ഇവിടെ ഫെൽറ്റ് സംതിങ് ക്രൗൾ അപ്പ് മൈ ബാക്ക് എന്നും ഫെൽറ്റ് സംബഡി ടച്ച് മൈ ആം എന്നും ഫെൽറ്റ് സംതിങ് ടച്ച് മൈ ഫുഡ് എന്നും പറയാം, ING ചേർക്കാതെ. അത് കുഴപ്പമില്ല, സെയിം അർത്ഥം തന്നെ കിട്ടും. ഇനി മുകളിൽ പറഞ്ഞ വാക്യങ്ങളെല്ലാം തന്നെ ചോദ്യമായിട്ട് ചോദിക്കാം. ഉദാഹരണമായിട്ട് ഫെൽറ്റ് ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറടിച്ചായിട്ട് തോന്നിയോ? ഫെൽറ്റ് ദ നീഡ്, ആവശ്യമുള്ളതായിട്ട് തോന്നിയോ? ഫെൽറ്റ് സംബഡി ടച്ചിങ് യുവർ ആം, നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും തൊട്ടതുപോലെ തോന്നിയോ? ഇതൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ചോദ്യമായിട്ട് മുകളിൽ പറഞ്ഞ എല്ലാം ഉപയോഗിക്കാം. ഇനി തോന്നുന്നുണ്ട്, അതായത് ഫെൽറ്റിന് പകരം നമുക്ക് ഫീൽ തുടങ്ങിയ തുടങ്ങിയ പദങ്ങൾ വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ സ്പോക്കൺ ഫ്രേസ് ഇറ്റ് ഫീൽസ് ലൈക്ക് റെയിൻ എന്നാണ്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് ഫീൽസ് ലൈക്ക് റെയിൻ, മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫെൽറ്റ് സംബഡി ടച്ചിങ് മൈ ഫുഡ് എന്ന് പറഞ്ഞതിന് ആരോ എൻ്റെ കാലിൽ തൊട്ടായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. അത് എന്തോ എൻ്റെ കാലിൽ തൊട്ട പോലെ തോന്നുന്നു എന്നാണ് അർത്ഥമുള്ളത്. സംബഡി എന്ന് പറയുന്നത് ആരോ, സംതിങ് എന്ന് പറയുന്നത് എന്തോ. റിയൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേഗം പഠിച്ചെടുത്ത് എല്ലാവരും കഴിയുന്നത്ര വേഗം ഭംഗിയായിട്ട് സംസാരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.